ഉള്ളിൽ തന്നെയുള്ള ഭിന്നതകളാണ്. അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും ഈ ഭരണവിരുദ്ധ വികാരം എന്ന കാര്യത്തിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വിശദമായി പഠിച്ച് ഇനി താഴെത്തട്ടിലേക്ക് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അത് തിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുക എന്നത് മതിയായ തരത്തിൽ നടക്കുന്ന ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയാണ്. ആ രീതിയിലുള്ള ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്ക് ആവശ്യമായ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പാർട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഏറ്റവും ഫലവത്തായ രീതിയിൽ നടക്കുന്ന ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയാണ് ഇത് എന്ന് താങ്കൾ അഭിപ്രായപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഈ തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് ഇനി സമയമില്ലാത്ത ഘട്ടത്തിൽ നമ്മൾ 11-ാം മണിക്കൂറിൽ തെറ്റുതിരുത്താൻ നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതേപോലെ ഒന്നായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. ആ സമയത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ പഠിച്ച് വിശദമായ ചർച്ച നടത്തിയിട്ട് പോകുമ്പോൾ ഈ ആമയും മുയലും തമ്മിലുള്ള ഓട്ടത്തിന്റെ അന്തരം ഉണ്ടാവും. ആമ എഴഞ്ഞഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല. മുയലിന് ഓടാൻ അറിയുന്ന ഉറങ്ങാത്ത മുയലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഓടി ജയിക്കും. ഇപ്പോ UDFന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ആവേശത്തിലാണ്. അവർക്ക് ഈ കഴിഞ്ഞ ഇടക്കാലത്ത് തെരഞ്ഞെടുപ്പിൽ ഒക്കെ കിട്ടിയിട്ടുള്ള വിജയം, അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം, ഈ വിജയത്തിന്റെ ആവേശത്തിൽ അവർ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അവർ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം ആവണമെന്ന്. അങ്ങനെ മുന്നൊരുക്കങ്ങൾ ഇന്ന രീതിയിലാവണമെന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി നിർണയം ആദ്യം നടത്തുന്നു. അതിനുവേണ്ടി മുന്നണികൾ തമ്മിലുള്ള ഈ സീറ്റ് വിഭജന ചർച്ച നേരത്തെ നടത്തുന്നു. പ്രശ്നങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പോകുമ്പോൾ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം വിശകലനം ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട. ഇത് ഇനിയിപ്പോ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് കഴിഞ്ഞ് 2 ദിവസത്തെ സംസ്ഥാന സമിതിയൊക്കെ ഉണ്ട്. പക്ഷെ അതിനു മുമ്പേ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരിപ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഇതുവരെ ഭരിച്ച കാര്യങ്ങൾ, ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചകൾ, ഈ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചകൾ, ഈ വീഴ്ചകളാണ് ഭരണവിരുദ്ധ വികാരമായിട്ട് മാറുക. നേരത്തെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിഭീകരമായ രൂപത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കൊക്കെ എതിരെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവർ തന്ത്രപരമായ രീതിയിൽ ചില വോട്ട് കിട്ടാവുന്ന നീക്കങ്ങൾ നടത്തിയിരുന്നു. ആ നീക്കങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ആ വിജയം ഉണ്ടായത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇവിടെ ശരിയാണ്, ഈ കിറ്റ് കൊടുക്കൽ പോലെ തന്നെ ഇവിടെ ഇപ്പം ഈ പെൻഷൻ കൊടുക്കൽ നല്ല വോട്ട് സാധ്യതയുള്ള ഒന്നായിരുന്നു. അതേപോലെ തന്നെ തൊഴിലില്ലാത്ത എന്താണ് സ്ത്രീകൾക്ക് അവർക്ക് പിന്നെ പെൻഷൻ കൊടുക്കുന്ന പരിപാടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നുവെങ്കിൽ വോട്ട് കിട്ടുമായിരുന്നു. പക്ഷെ സംഭവിച്ച എന്താണ്? ഏറ്റവും ഭീകരമായ രൂപത്തിലുള്ള സംഗതിയാണ് ഇവിടെ ശബരിമലയിൽ ഉണ്ടായത്. ആ ശബരിമലയില് 2 പേര്, പാർട്ടിയുടെ ഒരു മുൻ MLA, ഈ 2 പേരെയും കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായ ആളുകള് ഇവര് ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് എത്ര ദിവസമായി? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ അവർ അഴിക്കുള്ളിലാണ്. ഈ ഘട്ടത്തിലൊക്കെ ഒരു നടപടിയും എടുത്തില്ല. അതേ സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യണം, ഭയങ്കരമായ കോലാഹലം ഉണ്ടാക്കി. അവിടെയൊക്കെയാണ് UDF ചെയ്തത്. UDFന് അറിയാം അതൊരു വലിയ തകർച്ചയായിട്ട് മാറും. നമ്മളൊക്കെ സംസാരിച്ച UDFന് ഇതൊരു വലിയ തിരിച്ചടിയാവും. പക്ഷെ അവര് ആദ്യം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. രണ്ടാമതായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. ഇത് കഴിഞ്ഞ ആദ്യത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടി ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം, നമുക്കറിയാം, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്ന ഒരവസ്ഥയുണ്ടായി. എല്ലാം കിട്ടിയിട്ടും പക്ഷെ അവിടെ അത്രയും എടുത്തത്. അപ്പോൾ ആണ് അവര് ചോദിക്കുന്ന ചോദ്യവും സാധാരണ വോട്ടർമാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തു? ഇത് എന്ത് ഉത്തരമാണ്? അന്നും പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞെന്താണ്? ഇപ്പം പറയുന്നത് ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് സോണിയാഗാന്ധിക്ക് പോറ്റി കൊടുത്തിട്ടുള്ളത് ബൊക്കയാണോ, ബ്രേസ്ലെറ്റ് ആണോ, നെക്ലേസ് ആണോ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറയും. ഇതൊന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് പോകില്ല. കണ്ണിൽ പൊടി കിട്ടാൻ ശ്രമിച്ചാൽ സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്കല്ല,
പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ അവർക്കും ഇത് ബോധ്യപ്പെടില്ല. തീർച്ചയായും. തീർച്ചയായിട്ടും അതാണ് ഉണ്ടായത്. ഇവിടെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ ഈ കേരളത്തിൽ നമ്മൾ അങ്ങനെ ഈ അർബൻ വോട്ടേഴ്സും റൂറൽ വോട്ടേഴ്സും ആണ് തിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു അർബൻ ഏരിയ റൂറൽ ഏരിയ എന്നില്ല. ഇവിടെ എല്ലാ ആളുകളുടെയും മനസ്സിൽ തങ്ങിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകർ, എനിക്ക് നേരിട്ട് അറിയാവുന്ന പാർട്ടി പ്രവർത്തകർ പോലും വളരെ രൂക്ഷമായ രൂപത്തിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, നാണക്കേടല്ലേ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും പറയുന്നത് ശബരിമലയ്ക്ക് ഒരു പ്രശ്നമില്ല, ശബരിമല ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് തീർച്ചയായും അവിടെ പറയുന്നതാണ് ഏറ്റവും പ്രശ്നം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം, വാർത്താസമ്മേളനത്തിൽ നടത്തിയ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശബരിമലയും കാരണമായിട്ടുണ്ടാകാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകും എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ആണല്ലോ ബാധിക്കേണ്ടത്. അതിൽ പന്തളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രദേശമാണല്ലോ. ശബരിമലയുമായും ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണല്ലോ പന്തളം. ആ പന്തളത്തെ നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരത്തെ BJPയുടെ കയ്യിലായിരുന്നു. ഇത്തവണ BJPക്ക് നഷ്ടപ്പെട്ടു. ഈ ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും LDFനെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പന്തളത്ത് BJPയുടെ നില ഗണ്യമായി കുതിച്ചുയരേണ്ടതായിരുന്നില്ലേ? അതുണ്ടായില്ലല്ലോ. ശരി, അത് LDFന് തന്നെയാണല്ലോ ശബരിമലയും കാരണമായേക്കാം എന്ന് പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്ന ഭാഗം കൂടിയാണ് നമ്മൾ കണ്ടത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ശബരിമലയിൽ ഒരു പുനർവിചിന്തനം ഒരുപക്ഷെ ഉണ്ടാകും എന്നതിന്റെ സൂചനകളാണ്, ചർച്ചകളിൽ എങ്കിലും ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ എന്ന് കരുതാവുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം ഉണ്ടായത്. പക്ഷേ MV ഗോവിന്ദനോട് ചോദ്യങ്ങൾ വരുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാതെ യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന സൂചനകൾ അല്ലെങ്കിൽ അക്കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന സൂചനകൾ CPM സംസ്ഥാന സെക്രട്ടറി നൽകിയെങ്കിലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെക്രട്ടേറിയറ്റിന് ശേഷമാണ് അങ്ങനെ ഒന്നേ ഇല്ല എന്ന തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങളെ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള പഠനമാണ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അവലോകനം എന്നത് താങ്കൾ കരുതുന്നുണ്ടോ? നമുക്ക് 2010 അനുഭവവും 2011 അനുഭവവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് മറികടക്കാൻ പറ്റുന്നതാണ് എന്നത് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. ആ സാഹചര്യമാണോ കേരളത്തിൽ ഈ 2025 അവസാനം ഉള്ളത്? രേണു, ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ആദ്യം സ്വയം ബോധ്യപ്പെട്ടാലല്ലേ തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തോൽവി